ഹായ് വെൽക്കം ടു അസബ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, റമദാൻ മാസമൊക്കെയാണ്. കുതിരകളെ തേടിയുള്ള യാത്ര എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ഈ റമദാൻ മാസമുണ്ട് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, എൻ്റെ പിറകിൽ നിങ്ങൾ കുതിര കണ്ടില്ലേ, ഞാൻ കുതിരകളെ തേടിയുള്ള യാത്ര തുടങ്ങുമ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും നല്ലൊരു കുതിരമ വെച്ചിട്ട് നമുക്ക് കുതിരകളെ തേടിയുള്ളൊരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അത് നമ്മളെ കേരളത്തിൽ തന്നെ എൻ്റെ പിറകിൽ നിൽക്കണ ഈ കുതിര കണ്ടില്ല ഞങ്ങൾ, കേരളത്തിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഫീമെയിൽ കുതിരയായ ദേവലി ലൈനിലുള്ളൊരു കുതിരൻ്റെ വീഡിയോ ഞാൻ അന്ന് ചെയ്തിരുന്നു. ഈ സമയത്ത് ഈ കുതിര വയറ്റിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ അന്ന് ആ കുതിരനെ നമ്മളെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കുതിരക്ക് വയറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്താ വെച്ചാൽ, ആ കുതിരക്ക് ഇന്ന് നല്ലൊരു അടിപൊളി കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ രഞ്ജിത്ത് മാഷും നമ്മളെ കുതിരക്കാരൊക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ആ കുട്ടിൻ്റെയും ആ കുതിരൻ്റെയൊക്കെ ചെറിയൊരു വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ റമദാൻ മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കുതിരകൾ തേടിയുള്ള യാത്ര വീണ്ടും ആരംഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ കുതിരനൊന്ന് പോയി കാണാം. ഓക്കെ, എൻ്റെ പിറകിൽ നിൽക്കുന്നതാണ് ആ കുതിര. മാഷൊക്കെ വിശേഷങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ചോദിച്ചു നോക്കട്ടോ. അപ്പോൾ എൻ്റെ ഈ പിറകിൽ നിൽക്കുന്നതാണ് നമ്മളെ ദേവലി ലൈനിലുള്ള ജാൻസി എന്ന് പറഞ്ഞ കുതിര. അതായത് നമ്മളെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മെയിൽ കുതിരനെ കൊണ്ട് തന്നെയാണ് ഇതിനെ അന്ന് ക്രോസും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മളെ മാഷ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കുകയാണ്. പക്ഷേ ഇതിൽ വലിയൊരു വിഷയം പറ്റി വെച്ചാൽ എൻ്റെ മൈക്ക് ചെറിയ കംപ്ലൈൻ്റ് ആയി. അതുകൊണ്ട് തന്നെ മാഷോട് ചോദിക്കണം, മാഷ റീപ്ലൊന്നും കറക്റ്റ് കിട്ടണമെന്നില്ല. എങ്കിലും ഞാൻ മാഷപ്പം പറഞ്ഞത് എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ശ്രമിക്കണം. മൈക്കിൻ്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലംസ് തന്നെയാണ്. ആ സ്പോട്ടിൽ നമുക്ക് മറുപടി കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ഇത് നമ്മളെ ദേവലി പിള്ളയിലുള്ള ഈ കുതിരക്ക് മഹാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂരിലെ ടെമ്പിളിലെ സ്വാമിയുടെ കുതിര, അതായത് തമിഴ്നാട് റിങ്ങിലൊക്കെ, അതായത് ഷോയിലൊക്കെ മത്സരിച്ചിട്ട് വിന്നറായിട്ടുള്ളൊരു കുതിരയാണ്. അപ്പോൾ ആ കുതിരൻ്റെ ഒരു വിശേഷം ആ കുതിരയിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ കുട്ടീനെ കിട്ടണം കേട്ടോ. അപ്പോൾ മാഷോട് നമ്മൾ ഓരോ ചോദിക്കുന്ന സമയത്ത് മാഷ് പറയുന്നുണ്ട്, ഇതിൻ്റെ ഡെലിവറി സമയങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏകദേശം ഒരു രാത്രിയായിരുന്നു, ഒരു 1:30 ഇതിൻ്റെ ഡെലിവറി എന്നൊക്കെ നമ്മളെ മാഷ് പറയുന്നുണ്ട്. പക്ഷെ കുതിര പടങ്ങിക്കാത്തതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ബാക്കിൽ അതിൻ്റെ കുട്ടി ഉണ്ടാവും. എന്തായാലും നമുക്ക് ആ കുട്ടീനെ ഒന്ന് പരിചയപ്പെട്ടോ. അപ്പോൾ നമുക്ക് കുതിരക്കുട്ടീനെ കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. അത് നിൽക്കണാണ് കുതിരക്കുട്ടിയുടെ കൂട്ടുകാരൻ. ഇതാണ് നമ്മളെ ജാൻവി എന്ന് പറഞ്ഞ കുതിരക്കുട്ടി കേട്ടോ. ഇത് കണ്ട നിങ്ങള്, അതായത് ജാൻവിയുടെ കൂട്ടുകാരനാണ്. മോന്റെ പേരെന്താ മോനെ? ആരോൺ ദേവ് അല്ലെ. ഇപ്പൊ സ്കൂൾ വിട്ട് വന്ന കുതിരയുടെ കൂടെ തന്നെയാണ് അല്ലെ. വേറെ കളിക്കാനൊന്നും പോകില്ല, കുതിരന്റെ കൂടെ തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങളെ കുതിരക്കും ഇഷ്ടമാണ്, കുതിരക്കോ നിങ്ങളെ ഇഷ്ടമാണ് അല്ലെ. അപ്പൊ നിങ്ങളെ കണ്ട കുതിര ഓടി വരുമോ? കുട്ടി കുതിര അല്ല, കുതിരക്കുട്ടി ജാൻവി അല്ലെ. ജാൻവി എന്ന് തന്നെ നമുക്ക് വിളിക്കാം, പെൺകുതിരയാണ്. അപ്പൊ അവിടെ കണ്ടോ, ഓനവിടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണുണ്ടോ. ഇവളെ കാണാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, കുട്ടീനെ കാണാത്തതിന്റെ. പക്ഷെ കുട്ടിക്ക് അമ്മനെ വേണ്ട, മോനെ മതി, ആരോൺ ദേവിനും മതി. കാരണം എപ്പോഴും ഒരു കളിക്കൂട്ടുകാരനാണ്. അപ്പൊ എന്തായാലും ജസ്റ്റ് നമുക്ക് കാണാല്ലേ. ആരോൺ ദേവും ജാൻവിയും നല്ലൊരു കൂട്ടുകാരാട്ടോ. പക്ഷേ ഈ ജാൻവിന്ന് പേര് വന്നത് ഭയങ്കര രസകരമായൊരു കഥയായിട്ടാണ് മാഷമ്മോട് പറയുന്നത്. അതായത് രാത്രി നൈറ്റിലായിരുന്നു കുതിരൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ആളുകൾക്ക് വിളിക്കാനൊക്കെ ബുദ്ധിമുട്ടായി ജെമിനി വഴിയാണ് മൂപ്പർ ഓരോ സംഗതികളും നോക്കിയതെന്ന് പറയുന്നുണ്ട്. ഞാൻ അവസാനം ജെമിനിനോട് തന്നെ ചോദിച്ചു, കുട്ടിക്ക് എന്ത് പേരിടുന്നു. അങ്ങനെയാണ് ജാൻവി എന്നുള്ള പേര് ജെമിനി പറഞ്ഞു കൊടുത്തിട്ടാണ് ആ പേര് കുട്ടിക്ക് ഇടണം കേട്ടോ. കുട്ടി നല്ല ആക്റ്റീവാണ്, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഈ ഏകദേശം 1 വീക്ക് ആയപ്പോൾ തന്നെ കുട്ടീനെ, ഇപ്പോൾ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും കുട്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. 1 വീക്ക് ആയിട്ടുള്ളൂ. ജാൻവി ഭാവിയിൽ നല്ലൊരു കുതിരയായിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതിന് ജാൻവി എന്ന് ജെമിനിയാണ് പേരിടുന്നത് കേട്ടോ. അവസാനം ജെമിനിയോട് ചോദിച്ചു ജെമിനി പറഞ്ഞത്ര, ഇനി നിങ്ങൾ പോയി ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞത്ര. ഭയങ്കര രസകരമായ സംഭവമാണ്. അപ്പോൾ ആരുൺ ദേവുമായി നല്ലൊരു ബന്ധം കുതിരക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരുൺ ദേവ് വരുമ്പോൾ കണ്ടില്ലേ, അതായത് സ്കൂൾ വിട്ട് എന്നാൽ നേരെ കുതിരക്കുട്ടിയുടെ അടുത്തേക്കാണ് പോവുക. അപ്പോൾ അവർ നല്ലൊരു എന്താ പറയുക, ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ബന്ധത്തിലോട്ട് എത്തിയിട്ടുണ്ട്.
കാക്കേ കുട്ടീനെ കാണാത്തുള്ളൊരു ടെമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളെന്തേലും അങ്ങനെ അടങ്ങിക്കൂല. കുട്ടി അടുത്തില്ലല്ലോ. അപ്പൊ അതിൻ്റെ ഇതെന്താ കുട്ടീനെ നോക്കിയാണോ നിൽക്കണ ആള്. അല്ലേ നമ്മൾ ഇന്ന് വരുന്നതെന്ന് വെച്ചാല് ജാൻവിന്റെ വിശേഷങ്ങൾ അറിയാനാണ്. നമ്മളെ ഫീമെയിൽ കുതിരയായ ജാൻസിന്റെ വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചെയ്ത്. പക്ഷെ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായെന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നല്ലൊരു കുട്ടിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മെയിൽ കുതിരന്റെ ഒരു കുട്ടിയാണ്. അതേമാതിരി തന്നെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഫീമെയിൽ എന്ന് നമുക്ക് പറയാം. അതായത് ദേവിലെ വെള്ളയിൽ വരുന്ന ജാൻസി. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് ആരെയും കാണാത്തവരാണ് പറയുന്നത്. ആ വീഡിയോ കണ്ടത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് വെള്ളയിലും അതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കുട്ടിയാണ് ഈ ജാൻവി എന്ന് പറയുമ്പോ ഏകദേശം 1 വീക്ക് ആയിട്ടുള്ളൂ അല്ലെ. 1 വീക്ക് ആയിട്ടുള്ളൂ. പക്ഷെ ജാൻവിക്ക് ഒരു കളിക്കൂട്ടുകാരുണ്ട്, മാഷ് മോനെ. അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാല് ജാൻവിക്ക് എന്ത് മോന്റെ പേര് ആരോൺ ദേവിനും കാണണം, ആരോൺ ദേവിനും ജാൻവിനും കാണണം. കാണണ്ടേ? ഇവര് തമ്മിൽ വല്ലാതെ ഒരു 1 വീക്ക് ആയപ്പോ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്. കാരണം കുതിര മോനെ കണ്ടാൽ മോന്റെ അടുത്തേക്ക് പോണ സിസ്റ്റം കണ്ടില്ല. അപ്പൊ അങ്ങനെ കുതിര അടുത്താണ്. അപ്പൊ ഇവര് അപ്പൊ അങ്ങനെ ബന്ധം തമ്മിലുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചെറിയൊരു വിശേഷങ്ങൾ ഞങ്ങൾ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണമെന്നില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മൾ ചെറിയൊരു വ്ലോഗ്. കാരണം എന്താ വെച്ചാല് നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കുതിരകളെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ആൻഡ് ഷെയർ ഒന്നും മറക്കണ്ട. ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.